സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. നമുക്ക് ലക്ഷണങ്ങൾ തുടങ്ങിയിട്ട് 1 മണിക്കൂറിനകം മരണം സംഭവിക്കുകയാണെങ്കിൽ അതിന് സഡൻ ഡെത്ത് എന്ന് പറയാം. കാർഡിയാക് അറസ്റ്റും ഹാർട്ട് അറ്റാക്കും വ്യത്യസ്തമാണ്. 400 വർഷങ്ങൾക്ക് മുൻപ് കണ്ടെങ്കിയിരിക്കും മനുഷ്യനെ കണ്ടിൽ നിന്ന് വരുത്തുന്നതും ഭവാനെന്ന് പൂന്താനം ചൊല്ലിയിട്ടുണ്ട്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ നമ്മൾ പെട്ടെന്ന് ചികിത്സ തേടണം. അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ പലരും ഇതുപോലെ നെഞ്ചുവേദനയോ നെഞ്ചെരിച്ചിലോ വന്നു കഴിഞ്ഞാൽ പൊതുവെ ഗ്യാസ് ആണെന്ന് കരുതിയിരിക്കും. അത് എങ്ങനെ അറിയാൻ പറ്റും? ഹൃദയം ദേവാലയം, ഹൃദയ ക്ഷേത്രം, ഹൃദയപൂർവ്വം, ഹൃദയംഗമമായി എല്ലാത്തിനും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, നെഞ്ചിനോട് ചേർത്ത് വെച്ച് സംസാരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സംസാരിക്കുക. കാർഡിയോളജിസ്റ്റുകൾ പറയാറുണ്ട് ഒരു ദിവസം 2 പെഗ് കഴിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ അതിലാരും നിൽക്കാറില്ല. സാധാരണ മദ്യപാനികൾ മദ്യം തുടങ്ങും, 2 പെഗ് കഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരു മനുഷ്യനായി മാറും. വീണ്ടും 2 പെഗ് ഉപയോഗിക്കുന്നു. പ്രമുഖ കാർഡിയോളജിസ്റ്റും തിരുവനന്തപുരത്തെ ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ കാർഡിയോളജി പ്രൊഫസറുമായ ശ്രീ കെ നാരായണൻ നമ്പൂതിരിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ കെ നാരായണൻ നമ്പൂതിരി. നമസ്കാരം. ഇപ്പോൾ താങ്കൾ രാജ്യത്തെ തന്നെ അറിയപ്പെടുന്ന ഇലക്ട്രോ കാർഡിയോ ഫിസിയോളജിസ്റ്റുമാരിൽ ഒരാൾ കൂടിയാണ്. വളരെ ചുരുക്കം പേര്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള. ഇപ്പം നമ്മുടെ നാട്ടിൽ നോക്കിയാൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ എന്ന് പറയാൻ പറ്റില്ല, അന്യ സംസ്ഥാനങ്ങളിൽ പോലും കുഴഞ്ഞു വീണുള്ള മരണം, സഡൻ ഡെത്ത് വ്യാപകമായി വരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഓണാഘോഷത്തിനിടയിൽ ഒരു നിയമസഭാ ജീവനക്കാരൻ നൃത്തം ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു. മലപ്പുറത്ത് കോൽക്കളിക്കിടയിൽ ഒരു ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. എന്തിന് മദ്രാസിൽ ഒരു കാർഡിയോളജിസ്റ്റ്, വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ആൾ കുഴഞ്ഞു വീണ് മരിച്ചു. എന്താണ് ഈ കുഴഞ്ഞു വീണുള്ള മരണം, അല്ലെ ആ സഡൻ ഡെത്തിലെ വില്ലൻ ആരാണ്? സഡൻ കാർഡിയാക് ഡെത്ത് വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. സത്യത്തിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കുകയാണെങ്കിൽ 10 മുതൽ 20% വരെയുള്ള മരണങ്ങൾ സഡൻ ഡെത്താണെന്ന് പറയാം. ഈ സഡൻ ഡെത്ത് എന്താണെന്ന് നിർവചനം നോക്കുകയാണെങ്കിൽ, നമുക്ക് ലക്ഷണങ്ങൾ തുടങ്ങിയിട്ട് 1 മണിക്കൂറിനകം മരണം സംഭവിക്കുകയാണെങ്കിൽ അതിന് സഡൻ ഡെത്ത് എന്ന് പറയാം. ഇത് സത്യത്തിൽ ഇന്നലെയോ തുടങ്ങിയതല്ല, നേരത്തെ ഉണ്ട്, വളരെ മുന്നേ തന്നെയുണ്ട്. ദൃശ്യമാധ്യമങ്ങളുടെ പ്രചാരം കൊണ്ട് ഇന്ന് എവിടെ നടക്കുന്ന സഡൻ ഡെത്ത്സും അപ്പോൾ തന്നെ മറ്റുള്ളവർക്കറിയാം, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പലപ്പോഴും അതൊരു സെൻസേഷണൽ ന്യൂസായിട്ട് മാറുന്നു. ഉദാഹരണമായിട്ട് ഇലക്ഷൻ ബൂത്തിൽ കാത്തു നിൽക്കുന്നവർ, ഡിമോണിറ്റൈസേഷന് ശേഷമുള്ള ക്യൂവിൽ നിൽക്കുന്നവരൊക്കെ കുഴഞ്ഞു വീഴുമ്പോൾ അത് നമുക്ക് കൂടുതലായിട്ട് അറിയപ്പെടുകയാണ്. എക്സർസൈസ് ചെയ്യുന്നതിനിടയിലും കുഴഞ്ഞു വീഴുന്നു. ഉണ്ട്. എക്സസൈസ് ഒരു പ്രധാന ഘടകമാണ് പെട്ടെന്നുള്ള. കാരണം ഹൃദയത്തിന് കൂടുതലായിട്ട് ഓക്സിജൻ്റെ ആവശ്യം വരുന്നൊരവസരത്തിൽ അതുവരെ അത്ര തന്നെ പ്രകടമാകാതിരുന്ന ചില ഹൃദയ രോഗങ്ങൾ അത് പ്രകടമായിട്ട് മാറും. സഡൻ കാർഡിയാക് ഡെത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ പണ്ട് തന്നെ 400 വർഷങ്ങൾക്ക് മുൻപ് കണ്ടെങ്കിയിരിക്കും മനുഷ്യനെ കണ്ടിൽ നിന്ന് വരുത്തുന്നതും ഭവാനെന്ന് പൂന്താനം ചൊല്ലിയിട്ടുണ്ട്. നമ്മുടെ ഒരു മുൻ പ്രസിഡന്റ് പ്രസംഗിക്കുന്ന സമയത്ത് മരിച്ചു വീണിട്ടുണ്ട്, അബ്ദുൽ കലാം. 100 വർഷങ്ങൾക്ക് മുമ്പ് മദ്രാസ് അസംബ്ലിയിൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ ഒരു ബില്ല് അവതരിപ്പിക്കുകയോ കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട്. അതൊന്നും ഇന്ന് പലർക്കും അറിയില്ല. വിജയൻ മാഷ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പണ്ട് തന്നെ പുതിയൊരു സംഭവമല്ല. എന്നാൽ ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ടോ? പഴയ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് കൂടിയിട്ടുണ്ടെന്ന് കരുതാം. ഇപ്പോൾ ഈ സഡൻ ഡെത്ത് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ 1 മണിക്കൂർ മുമ്പേ ഉണ്ടാകുമോ? അത് തിരിച്ചറിയാനുള്ള ഉപായം വല്ലതും ഉണ്ടോ? പെട്ടെന്ന് ലക്ഷണങ്ങൾ തുടങ്ങിയിട്ട് 1 മണിക്കൂറിനകം സംഭവിക്കുന്ന മരണത്തെയാണ് സഡൻ കാർഡിയാക് ഡെത്ത് എന്ന് പറയുന്നത്, സഡൻ ഡെത്ത് എന്ന് പറയുന്നത്. ഇതിലേതാണ്ട് 90% സഡൻ ഡെത്തുകളുടെയും കാരണം കാർഡിയാക്കോസസ് ആണ്, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. സ്ട്രോക്ക് എന്നുള്ള ചെറിയ മറ്റ് കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. എങ്കിലും ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്കാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അയോർട്ടിക് ഡിസെക്ഷൻ, മഹാധമനികളിൽ വരുന്ന വീക്കം, റപ്ചറാകുന്നത്, പൾമിനറി ത്രോംബോംബോളിസം, ലങ്സിലേക്ക് ക്ലോട്ട് കടന്നു ചെല്ലുന്നത് എന്നൊക്കെ അതിൻ്റെ താരതമ്യേന സാധ്യത, അതായത് സ്റ്റാറ്റിസ്റ്റിക്കലി കുറവായിട്ടുള്ള മറ്റ് കാരണങ്ങളാണ്. ഹൃദയാഘാതവും മറ്റ് കാരണങ്ങൾ കൊണ്ടുവരുന്ന ഹൃദയസ്തംഭനവും ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ. കാർഡിയാക് അറസ്റ്റും ഹാർട്ട് അറ്റാക്കും വ്യത്യസ്തമാണോ? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയില്ല എന്നുള്ളതാണ് സത്യം. ഹൃദയസ്തംഭനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിശ്ചലമാകുന്ന അവസ്ഥയാണ്. അതാണ് കാർഡിയാക് അറസ്റ്റ്. ഇതിന് ഹൃദയത്തിലെ ശരീരത്തിൻ്റെ രക്തചംക്രമണം പൂർണ്ണമായിട്ട് നിലയ്ക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം എന്താണ്? ഹൃദയം സത്യത്തിലൊരു പമ്പ് മാത്രമാണ്.
ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് രക്തം പ്രദാനം ചെയ്യാൻ, പ്രാണവായു പ്രദാനം ചെയ്യാൻ ഇടതടവില്ലാതെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എപ്പോഴാണോ നിശ്ചലമാകുന്നത് ആ അവസ്ഥയാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്, സർവ്വം ശാന്തമാകുന്ന അവസ്ഥ. പക്ഷേ ഇതിന് പല കാരണങ്ങൾ കൊണ്ട് ഹൃദയം നിശ്ചലമാകാം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹൃദയത്തിലേക്ക് രക്തം കൊടുക്കുന്ന ഹൃദയധമനികളുടെ ബ്ലോക്കാണ്. അതാണ് ഹാർട്ട് അറ്റാക്ക്. ഇതല്ലാതെ മറ്റു കാരണം കൊണ്ടും കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകും. യഥാർത്ഥത്തിൽ ഈ മനുഷ്യ ശരീരത്തിലെ പ്രധാന എഞ്ചിനാണ് ഹൃദയം. അതെ അതെ, അത് നിലച്ചാൽ എല്ലാം തീർന്നു. അതെ അതെ അതെ. ഹൃദയത്തിന് നമ്മുടെ കാൽപ്പനിക കവികൾ ഹൃദയം ഒരു പ്രണയത്തിൻ്റെ ആസ്ഥാനം, നിദാന സ്ഥാനമാണെന്നൊക്കെ പറയും. ഹൃദയം ഒരു ദേവാലയമാണ്. ഹൃദയം ഒരു ക്ഷേത്രം എന്നുള്ള ഒരു കവിത തമ്പി സാറേ. ശരിക്കും ഹൃദയം കവർന്നു എന്ന് പറയാറുണ്ടല്ലോ, അതിനെന്താണ് അർത്ഥമുള്ളത്? ഹൃദയം കവരാൻ, ഹൃദയത്തിന് ഒരു പ്രണയത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് കരുതുന്നവരാണ് കാൽപ്പനിക കവികൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രയോഗം മാത്രമാണ്. അതെ അതെ. അല്ലാതെ ആർക്കും ആരുടെയും ഹൃദയം കവരാൻ കഴിയില്ല. ഇല്ല ഇല്ല. ധിഷണാസ്ഥാനമായിട്ട് ദാർശനികരും പലരും കരുതിയിട്ടുണ്ട്. പക്ഷെ ഹൃദയം സത്യത്തിലൊരു പമ്പ് മാത്രമാണ്. ഹൃദയത്തിൽ സൂക്ഷിക്കും, ഞാനത് എന്നും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും എന്ന് പറയാറുണ്ട്. അതെ അതും നിരർത്ഥകമാണ്. ഹൃദയത്തിന് 4 അറകളുണ്ട് ഹൃദയത്തിൽ, പക്ഷേ രക്തം മാത്രമേ ഉള്ളൂ. ഹൃദയ അറകളിൽ രക്തം മാത്രമേ ഉള്ളൂ. ഹൃദയത്തിന്റെ പ്രവർത്തനം ഒരു പമ്പാണ് പ്രാഥമികമായിട്ട്. പ്രണയമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇല്ല, സാധാരണഗതിയിലില്ല. ഈ പമ്പിനാണ് കവികൾ കാവ്യഭാവനയിലാണ് പ്രണയത്തിന്റെയും എല്ലാം ഒരു ഉപാധിയാക്കി മാറ്റിയത്. ഹൃദയം ദേവാലയം, ഹൃദയം ക്ഷേത്രം, ഹൃദയപൂർവ്വം, ഹൃദയംഗമമായി എല്ലാത്തിനും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, നെഞ്ചിനോട് ചേർത്ത് വെച്ച് സംസാരിക്കാന്ന് വെച്ചാൽ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സംസാരിക്കുക എന്നുള്ള മാത്രം. ഡോക്ടർ ഇപ്പോൾ ഇത് സഡൻ ഡെത്തിനെ കുറിച്ച് പറഞ്ഞു, പക്ഷേ ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ള ഒരു ചോദ്യത്തിന് എന്താണ് മറുപടി? സഡൻ കാർഡിയാക് ഡെത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. ഹൃദയത്തിലേക്കുള്ള രക്ത ഓട്ടം പൂർണ്ണമായിട്ട് നിലയ്ക്കുമ്പോൾ ഹൃദയത്തിന് രക്തം പ്രദാനം ചെയ്യുന്ന ഹൃദയധമനികൾക്ക്, കൊറോണറി ആർട്ടറികളിലേക്ക് എപ്പോഴാണോ ബ്ലോക്ക് ഉണ്ടാകുന്നത്, ഹൃദയത്തിൻ്റെ രക്തം ലഭിക്കാനുള്ള അതിനൊരു അപര്യാപ്തത അനുഭവപ്പെടും. ഈ അവസ്ഥയിൽ ഹൃദയമിടിപ്പുകളിലുള്ള വ്യതിയാനങ്ങൾ വരും. ഹൃദയത്തിന് ഇലക്ട്രിക് സിസ്റ്റം കൂടിയുണ്ട്, വാൾവുകളുണ്ട്, രക്തം കടന്നു പോകാനുള്ള വാൾവുകളുണ്ട്, പുറത്തേക്ക് രക്തം തള്ളുന്ന ആയിട്ടുള്ള രക്തക്കുഴലുകളുണ്ട്, അകത്തേക്ക് വരുന്ന പൾമണറി ആർട്ടറി, വെയിൻസ്, ഇൻഫീരിയർ വെയിന കാവ, സുപ്പീരിയർ വെയിന കാവ ഒക്കെ ഉണ്ട്. പക്ഷെ എപ്പോഴാണ് ഹൃദയത്തിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളിൽ ബ്ലോക്ക് അനുഭവപ്പെടുന്നത് ആ സമയം നെഞ്ചുവേദനയായിട്ട് വരും. അപ്പം ചിലപ്പോൾ ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസസ് ആയിട്ട് ഹൃദയത്തിൻ്റെ വൈദ്യുത തരംഗങ്ങളുടെ പ്രവാഹത്തിലുള്ള ചില വ്യതിയാനങ്ങൾ കൊണ്ട് ഹൃദയമിടിപ്പ് വളരെ അധികമാവും. ആ സമയത്താണ് ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ കാർഡിയാക് അറസ്റ്റ് വരുന്നത്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ഒരാളുടെ ഹാർട്ട് ബീറ്റ് വളരെ കൂടും. ഹാർട്ട് ബീറ്റ് കുറച്ച് സൈനസ് ടക്കിക്കാർഡിയ എന്ന് പറയുന്ന നോർമൽ ഹാർട്ട് ബീറ്റ് ഏതാണ്ട് എല്ലാവരിലും കൂടും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഹൃദയത്തിൻ്റെ താഴെ അറയിലുള്ള വെൻട്രിക്കിൾസിൽ നിന്ന് വരുന്ന വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ എന്ന് പറയുന്ന അതിതീവ്രമായ രീതിയിൽ ഹൃദയമിടിപ്പ് വരികയും അത്ര തീവ്രമായിട്ട് ഹൃദയമിടിപ്പ് വരുന്നതിൻ്റെ അവസരത്തിൽ ഹൃദയത്തിന് രക്തം ഉൾക്കൊള്ളാനും പുറന്തള്ളാനുമുള്ള സമയം ലഭിക്കാതെയും ഹൃദയം പിന്നീട് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, താളം വർദ്ധിക്കുന്നു, പിന്നെ അത് ഫ്ലാറ്റ് ലൈനായിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ ഷോക്ക് കൊടുത്ത് മാറ്റുകയാണെങ്കിൽ മാത്രമേ ഹൃദയമിടിപ്പിനെ പൂർവാവസ്ഥയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. CPR എന്ന് പറയുന്നത് അതുമായിട്ട് എന്താ ബന്ധം? CPR വ്യത്യസ്തമാണ്. CPR എന്ന് വെച്ചാൽ കാർഡിയോ പൾമിനറി റെസസിറ്റേഷനാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഡീഫിബ്രിലേഷൻ അഥവാ ഷോക്ക് കൊടുത്ത് മാറ്റുന്നത്. CPRന് മറ്റ് പല ഇതുകൊണ്ട്, ബേസിക് കാർഡിയക് ലൈഫ് സപ്പോർട്ട്, അഡ്വാൻസ് കാർഡിയക് ലൈഫ് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ്. ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ കാർഡിയക് കംപ്രഷനാണ്. ഇത് ഡീഫിബ്രിലേഷൻ അതിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയാം. അപ്പം ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഈ കുഴഞ്ഞു വീഴുന്നതിൻ്റെ ലക്ഷണം ഈ ആളിന് നേരത്തെ തിരിച്ചറിയാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ? ഇത് ഹാർട്ട് അറ്റാക്കിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നതെങ്കിൽ ഹൃദ്രോഗത്തിൻ്റെ, ഹാർട്ട് അറ്റാക്കിൻ്റെ ചില ലക്ഷണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നെഞ്ചുവേദന, ശരീരം പെട്ടെന്ന് വിയർക്കുക, ബ്ലഡ് പ്രഷറോ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടുന്നതായിട്ടോ അല്ലെങ്കിൽ പ്രഷർ കുറയുന്നതായിട്ടോ ഉണ്ടാകുന്ന മറ്റ് ലക്ഷണങ്ങൾ, ഭാരം, നെഞ്ചിൻ്റെ ഭാരം, ശരീരം മറ്റു ഭാഗങ്ങളിലേക്ക് റേഡിയേറ്റ് ആയിട്ട് ചെയ്യുന്നതായിട്ട് തോന്നുക, ഇതൊക്കെ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ. ഹൃദയാഘാതമായിട്ട് വരുന്ന ഈ ലക്ഷണങ്ങൾ അങ്ങനെ ഒരു ശരിക്കുള്ള ഹൃദയാഘാതമാണെങ്കിൽ അത് കൂടിക്കൂടി വരത്തേ ഉള്ളൂ, അതോ കുറച്ചൊന്ന് വന്നിട്ടങ്ങ് മാറും, അങ്ങനെ ഉണ്ടോ? ഹൃദയാഘാതം പലപ്പോഴും വേദനയായിട്ട് അനുഭവപ്പെടണമെന്ന് പോലും ഇല്ല. അതുകൊണ്ട് എത്ര സമയം നീണ്ടു നിൽക്കുന്നതിന് അതിനൊരു വലിയ പ്രസക്തിയില്ല. ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യ മണിക്കൂറുകളിൽ തന്നെ
നമ്മൾ പെട്ടെന്ന് ചികിത്സ തേടണം. അത് വളരെ പ്രധാനമാണ്. പലപ്പോഴും ഹൃദയാഘാതം വന്നിട്ട് അതിന് പല സ്റ്റേജസ് ഉണ്ട്, അത് ലെവൽസ് ഉണ്ട്. അതായത് നമ്മൾ ST എലിവേഷൻ MA എന്ന് പറയുന്ന വലിയ മേജർ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന അവസ്ഥ, അത്ര മേജർ അല്ലാത്ത മൈനർ ഹാർട്ട് അറ്റാക്കുകളുണ്ട്. ഇതിലൊരു പ്രധാന ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേജർ ഹാർട്ട് അറ്റാക്ക് അതായത് ST എലിവേഷൻ MA വന്നു കഴിഞ്ഞാൽ ചികിത്സ തേടിയില്ലെങ്കിൽ, അതായത് ഈ ചികിത്സയൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ ഉള്ള ഡാറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 30 മുതൽ 40% വരെയുള്ള മരണം ഒരു മാസത്തിനുള്ളിൽ സംഭവിക്കാം. രോഗി ഇതിൽ തന്നെ 25% സംഭവിക്കുന്നത് ആദ്യ 2 മണിക്കൂറുകൾക്കുള്ളിലാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 1-2 മണിക്കൂറുകൾക്കുള്ളിൽ ചികിത്സ തേടുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഈ ആദ്യ 2 മണിക്കൂറുകളിൽ എന്തുകൊണ്ടാണ് മരണം സംഭവിക്കുന്നത്? ഹാർട്ട് ഫെയിലർ ആവാനുള്ള അവസ്ഥ ആ സമയം കൊണ്ട് കിട്ടുന്നില്ല. അതിൽ പലപ്പോഴും ഏതാണ്ട് മജോറിറ്റിയും ഒരു വലിയൊരു ഭൂരിഭാഗം സംഭവിക്കുന്നത് ഹൃദയമിടിപ്പ് അമിതമായി വർദ്ധിക്കുന്നതുകൊണ്ടാണ്. ഇതാണ് വെൻട്രിക്കുലർ ടെക്കിക്കാർഡിയ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. ആ സമയത്താണ് നമ്മൾ ഡീഫിബ്രിലേഷൻ ചെയ്യേണ്ടതും ഹൃദയമിടിപ്പിനെ അല്ലെങ്കിൽ കാർഡിയക് പൾമണറി റെസസിറ്റേഷൻ ചെയ്ത് കൊണ്ടുവരണം. ഡോക്ടറുടെ ഒരു മേഖല കൂടിയാണ് ഈ ഹൃദയമിടിപ്പിൻ്റെ താളം അല്ലേ? അതെ അതെ അതെ. അത് നമുക്ക് അതിലൂടെ നമ്മുടെ ഹൃദയമിടിപ്പിൽ ഒരു കൂടുതൽ വന്നു കഴിഞ്ഞാൽ പാൽപിറ്റേഷൻ, അതെ അതെ അല്ല അന്നേരം അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിയന്തരമായിട്ട് ഡോക്ടറെ കാണേണ്ടതാണ്. ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ കാർഡിയക് അറസ്റ്റിലേക്ക് പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ പറഞ്ഞ പല ആൾക്കാരിലും കാർഡിയക് അറസ്റ്റ് ഉണ്ടായി ഉടനെ തന്നെ കുഴഞ്ഞു വീണിട്ടാണ്. മുന്നേ ഒരു രോഗം ഉണ്ടായിരുന്നില്ലാത്ത ഒരു വ്യക്തി പെട്ടെന്ന് നെഞ്ചിന് ഭാരം തോന്നുന്നു, കുഴഞ്ഞു വീഴുന്നു വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് നമുക്ക് കരുതാം. ഇപ്പോൾ പലരും ഇതുപോലെ നെഞ്ചുവേദനയോ നെഞ്ചെരിച്ചിലോ വന്നു കഴിഞ്ഞാൽ പൊതുവെ ഗ്യാസ് ആണെന്ന് കരുതിയിരിക്കും. ചിലപ്പോൾ ഗ്യാസ് ആയിരിക്കാം. അത് എങ്ങനെ അറിയാൻ പറ്റും? പലപ്പോഴും കൂടുതൽ ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ അത് മനസ്സിലാക്കാം. ഒരു ഡോക്ടർക്ക് തന്നെ പലപ്പോഴും അത് രണ്ടും തമ്മിൽ പൂർണ്ണമായിട്ടും വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇത്തരം രോഗിക്ക്, ഈ വരുന്ന ആൾക്ക് ഇതിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ള പ്രധാനമാണ്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമുക്കറിയാം പല റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. അതിൽ പുകവലി, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ഡയബറ്റീസ്, സെഡൻറ്ററി ഹാബിറ്റ്സ്, ഫാമിലി ഹിസ്റ്ററി, കുടുംബത്തിൽ ആർക്കെങ്കിലും മുന്നേ ഹൃദയാഘാതം വന്നിട്ടുണ്ടോ, ഒബീസിറ്റി, പൊണ്ണത്തടി, ഇതൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുള്ളവരിലാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആകാനുള്ള സാധ്യത അല്പം കൂടുതലാണ്. ഇപ്പോൾ കുഴഞ്ഞു വീണാൽ എന്ത് ചെയ്യണം അടിയന്തരമായിട്ട്? പെട്ടെന്ന് ഒരാൾ വീഴുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സമൂഹത്തിൽ നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ അവസ്ഥകളിലൊക്കെ തന്നെ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ജനങ്ങൾ എന്താ ചെയ്യുക? ഉടനെ തന്നെ അവരെല്ലാവരും ആദ്യം അത് തിരിച്ചറിയാൻ കാലതാമസം എടുക്കും. 1, 2, 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അത് തിരിച്ചറിയുക. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു 108 ആംബുലൻസിനെ വിളിക്കാൻ ശ്രമിക്കും, മുഖത്ത് വെള്ളം തെളിക്കും. ഇതൊന്നുമല്ല ആദ്യം ചെയ്യേണ്ടത്. ഒരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ കാർഡിയക് അറസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മുടെ തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നില്ല, അദ്ദേഹം നമ്മൾ വിളിക്കുന്നു, അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നില്ല, പൾസ് പാൽപ്പേറ്റ് ചെയ്ത് നോക്കുന്നു, തൊട്ട് നോക്കുന്നു, പൾസ് ലഭിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡിയക് അറസ്റ്റ് ആണെന്നുള്ള ഇത് ആദ്യം തന്നെ കണ്ടെത്തേണ്ടത് വളരെ വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടെന്നാൽ 4 മിനിറ്റിനകം നമ്മൾ വേണ്ട രീതിയിൽ ഹൃദയ ചംക്രമണത്തെ പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് മീനിങ് ഫുൾ റിക്കവറി, പൂർണ്ണമായ രീതിയിൽ ആ രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇത് കണ്ടെത്താനായിട്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവണം. കാർഡിയക് പൾമണറി റെസസിറ്റേഷനെ കുറിച്ച് അറിവ് വേണം. നേരെ തിരിച്ച് ഒരു 7-8 മിനിറ്റിന് ശേഷമാണ് രക്തചംക്രമണത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഹൃദയം തിരിച്ചെത്തി കഴിഞ്ഞാലും ബ്രെയിൻ തിരിച്ചെത്തണമെന്നില്ല. ഡാമേജ് ഉണ്ടോ? ബ്രെയിൻ ഡാമേജ് ഉണ്ട്. അല്ല, ഇതിപ്പോൾ ഈ CPR കൊടുക്കുക എന്നുള്ളത് അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അല്ലേ? ഒരാൾ കുഴഞ്ഞു വീണാൽ ഏറ്റവും പെട്ടെന്ന് CPR തുടങ്ങുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇത് പലപ്പോഴും നമുക്ക് അവെയർനെസ് ഉണ്ടാവണം, അതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിരിക്കണം. ഇത് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. CPR കൊടുക്കുന്ന രീതി ഇപ്പോൾ ഒരു സിനിമയിലാണ് CPR കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നെഞ്ചത്ത് കയറിയിരുന്ന് ഇടിക്കുന്ന രംഗം പോലും ഉണ്ടായിട്ടുണ്ട്. അതെ അതെ. അങ്ങനെ ശരിക്കും ഇത് കൊടുക്കുന്നതിൽ ഒരു പരിശീലനം ആൾക്കാർക്ക് ആവശ്യമാണ്. ബേസിക് കാർഡിയക് ലൈഫ് സപ്പോർട്ടിനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം ഉണ്ടാകുക എന്നുള്ളത് സഡൻ കാർഡിയാക് ഡെത്ത് വന്നു കഴിഞ്ഞാൽ രോഗിയെ പുനർജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യമാണ് CPR. ഇപ്പോൾ ഈ ഇത്രയും കാര്യം പറയുമ്പോഴേ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വരുന്നു? അത് ജീവിതശൈലിയാണോ, അത് അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണ്? ഒരു ഹാർട്ട് അറ്റാക്കോ അല്ലെ കാർഡിയാക് അറസ്റ്റോ അല്ലെങ്കിൽ ഹൃദയരോഗമോ ഒക്കെ ഒരാൾക്ക് വരാനുള്ള അടിസ്ഥാന കാരണങ്ങൾ എന്താണ്? ഹൃദയസ്തംഭനം അത് നമ്മൾ പറഞ്ഞല്ലോ, അതിന് ഏറ്റവും പ്രധാന കാരണം ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. ഹാർട്ട് അറ്റാക്ക് വന്ന അവസ്ഥയിലോ
അത് കഴിഞ്ഞുള്ള ഭാവിയിലോ ഇത്തരം രോഗികൾക്ക് ഹൃദയസ്തംഭനം ഉണ്ടാകാം. അല്ല, എൻ്റെ ചോദ്യം ഇതിനുള്ള ഈ ഒരു ഹൃദയസ്തംഭനത്തിലേക്ക് ഒരാളെ നയിക്കുന്ന കാരണങ്ങൾ എന്താണ്? അയാളുടെ ജീവിത രീതിയാണോ, അത് അതുകൊണ്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഹാർട്ട് അറ്റാക്കിനുണ്ടാകാനുള്ള എല്ലാ കാരണങ്ങളും ഇതിൽ പ്രസക്തമാണ്. അതിലേക്ക് ഞാൻ വരാം. ഇത് കൂടാതെ ഹാർട്ട് അറ്റാക്ക് അല്ലാതെ ചില ചെറിയ കാരണങ്ങൾ കൂടെ, താരതമ്യേന പ്രാതിനിധ്യം കുറഞ്ഞ ചില കാര്യങ്ങൾ കൂടെ ഹൃദയസ്തംഭനം ഉണ്ടാക്കാം. അത് കാർഡിയോ മയോപ്പതി എന്നുള്ളതാണ്. ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും സിനിമകളിലൊക്കെ. ഇപ്പോൾ കാർഡിയോ മയോപ്പതി, ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെ. എന്താണ് ശരിക്കും കാർഡിയോ മയോപ്പതി? കാർഡിയോ മയോപ്പതി എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ സങ്കോച വികാസ ശക്തിയിലുണ്ടാകുന്ന അപചയമാണ്. ഹൃദയം നോർമലായിട്ട് ഹൃദയം സങ്കോച വികാസത്തിൽ പുറന്തള്ളുന്ന ഈ വോളിയം, ഇജക്ഷൻ ഫ്രാക്ഷൻ എന്നാണ് നമ്മളത് പറയുക. ഹൃദയത്തിനകത്തേക്ക് വരുന്ന ബ്ലഡിൻ്റെ എത്ര ശതമാനം നമ്മൾ പുറന്തള്ളുന്നതാണ്. അത് ഏതാണ്ട് ഒരു 60%-ലധികമാണ്. ഒരു 60 to 70 എന്ന് വേണം നമുക്ക് പറയാം. നോർമലായിട്ട് അകത്തേക്ക് വരുന്ന എല്ലാ ബ്ലഡും നമ്മൾ പുറന്തള്ളില്ല. 60-70%, 2/3 എന്ന് കരുതാം. ഇത് 50% കുറയുകയാണെങ്കിൽ നമ്മൾ ഇജക്ഷൻ ഫ്രാക്ഷൻ കുറഞ്ഞു എന്ന് പറയും. അതിന് നമ്മൾ മൈൽഡ്, മോഡറേറ്റ്, സീവിയർ എന്ന രീതിയിൽ അതിനെ ഗ്രേഡ് ചെയ്യുകയും ചെയ്യും. ഈ ഇജക്ഷൻ ഫ്രാക്ഷൻ കുറഞ്ഞ ആൾക്കാരിലും ഈ പറഞ്ഞതുപോലെ ഹാർട്ട് ഫെയിലർ, അതായത് ഹൃദയ പരീക്ഷീണത, ഹാർട്ട് ഫെയിലർ കൊണ്ടുള്ള പ്രശ്നം വരാം. നെഞ്ചിടിപ്പ് കൂടിയിട്ട് കാർഡിയക് അറസ്റ്റ് വരാം. ഇത് കൂടാതെ ജനിതക രോഗങ്ങളുടെ കാർഡിയക് ചാനലോപ്പതി എന്ന് പറയുന്ന ചില ഹൃദയത്തിനെ മാത്രം ബാധിക്കുന്ന ചില ചാനലോപ്പതികൾ കൊണ്ടും പെട്ടെന്ന് കാർഡിയക് അറസ്റ്റ് ഉണ്ടാകും. ഇതൊക്കെ തന്നെ കാർഡിയക് അറസ്റ്റിന് കാരണം. ഈ അവസ്ഥകൾ ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഹാർട്ട് അറ്റാക്കാണ്. അപ്പോൾ ആ ചോദിച്ച ചോദ്യത്തിന് ഹാർട്ട് അറ്റാക്കിൻ്റെ വരാവുന്ന രോഗകാരകങ്ങൾ, രോഗനിദാനമായിട്ടുള്ള ഘടകങ്ങളാണ്, അവരുടെ നിയന്ത്രണമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അല്ല, ഇപ്പോൾ ഭക്ഷണ രീതി, ഇപ്പം നമ്മൾ എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്ന ഓയിലി ഫുഡ്, അല്ലെങ്കിൽ ഫ്രൈഡായിട്ടുള്ള ഐറ്റം, ഇങ്ങനെയുള്ള ഇതിലൊക്കെ എന്ത് മാറ്റമാണ് നമ്മളൊരു മുൻകരുതൽ എന്നുള്ള നിലയിൽ എന്താണ് ചെയ്യേണ്ടത്? മുൻകരുതലുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്താനുള്ളതിൽ ഏറ്റവും പ്രധാനമായിട്ട് അതിന് പറയുന്നത് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സാണ്. അതാണല്ലോ ചോദ്യം. ചില റിസ്ക് ഫാക്ടേഴ്സൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് എൻ്റെ ജെനറ്റിക് സ്റ്റാറ്റസ്, ഫാമിലി ഹിസ്റ്ററി എനിക്ക് മാറ്റാൻ പറ്റില്ല. ഏജ് നമുക്കതിൽ കൺട്രോളില്ല, എല്ലാവരും പ്രായമാവും. പിന്നെയുള്ള ജെൻഡർ, സാധാരണഗതിയിൽ പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ 45 വയസ്സിൽ പുരുഷന്മാർക്കും 55 വയസ്സിൽ സ്ത്രീകൾക്കും ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് പുരുഷന്മാർക്ക് അതിനുള്ള പ്രാധാന്യമാണ്. പക്ഷേ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റഡി നടന്നിരിക്കുന്നത് ഇന്റർ ഹാർട്ട് സ്റ്റഡിയാണ്. ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് സയൻസ് ബേസ്ഡ് ആയിട്ട് തന്നെ കോട്ട് ചെയ്യാം. അത് 52 രാജ്യങ്ങളിലധികം നടത്തിയിരിക്കുന്ന ഒരു സ്റ്റഡിയാണ്. 15,000 ഹൃദ്രോഗം ആദ്യം 70 വയസ്സിൽ താഴെ വന്നവരും 15,000 പേര് അതിനെ കൺട്രോൾസ് ആയിട്ടും ചെയ്ത ഒരു 9 റിസ്ക് ഫാക്ടേഴ്സാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം കൊളസ്ട്രോളാണ്. രണ്ടാമതായിട്ട് കണ്ടിരിക്കുന്ന സ്മോക്കിംഗ് ആണ്. പിന്നെ സോഷ്യൽ സ്ട്രെസ്സാണ്. ഇത് നമ്മൾ ഓർക്കേണ്ട മൂന്നാമത്തെ പ്രാധാന്യമുള്ള സോഷ്യൽ സ്ട്രെസ്സാണ്. പിന്നെ ഹൈപ്പർ ടെൻഷൻ, രക്താതിസമ്മർദ്ദം, ഡയബറ്റീസ്, അതും പ്രധാനമാണ്. അബ്ഡോമിനൽ ഒബീസിറ്റി അല്ലെങ്കിൽ ഒബീസിറ്റി, BMI, ബോഡി മാസ് ഇൻഡെക്സ് കൂടുന്നൊരവസ്ഥ, ഇതും വളരെ പ്രധാനം. ഭക്ഷണത്തിലുള്ള ചില കാര്യങ്ങൾ, അത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കുറവ് ഉപയോഗിക്കുന്നവർ, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, വെറുതെ ഇരിക്കുക എന്നുള്ളത്, ആൽക്കഹോളിൻ്റെ ഉപയോഗം, ഇങ്ങനെയുള്ള 9 റിസ്ക് ഫാക്ടേഴ്സാണ് അവർ. ആൽക്കഹോളിൻ്റെ ഉപയോഗം ഏറ്റവും അവസാനമാണോ? ആൽക്കഹോളിൻ്റെ ഉപയോഗം ഇതിൽ ഓഡ്സ് റേഷ്യോ എന്ന് പറയും, അത് കുറച്ച് കുറവാണ്. ആൽക്കഹോൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് അപകടമാണ്. റെഡ് വൈൻ പോലുള്ള ചെറുതായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ലെന്നാണ്, ഗുണകരമാണെന്ന് പറയാറുണ്ട്. ഒരു ദിവസം 2 പെഗ് കഴിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ അതിലാരും നിൽക്കാറില്ല. സാധാരണ മദ്യപാനികൾ മദ്യം തുടങ്ങും, 2 പെഗ് കഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരു മനുഷ്യനായി മാറും, വീണ്ടും 2 പെഗ് ഉപയോഗിക്കുന്നു, ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. അങ്ങനെ നിർത്താനുള്ള കഴിവ് ആൾക്കാർക്ക് പൊതുവെ കുറവാണെന്ന് സാധാരണ ഒഴിവാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് മാംസാഹാരം കഴിക്കുന്ന ഒരാളിൽ നിന്ന് കൂടുതൽ സാധ്യത, ഈ ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെയുള്ള സ്റ്റഡീസ് കണ്ടിട്ടില്ല. പക്ഷേ ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെയും അമിതമായ ഉപയോഗം ഹൃദ്രോഗ നിയന്ത്രണത്തിന് പ്രധാനമാണ്. പൊട്ടാഷ്യം കൂടുന്നതിനനുസരിച്ച് ബ്ലഡ് പ്രഷർ കുറയും. അതുപോലെ തന്നെ ഹൈ ഫാറ്റ് ഡയറ്റ് ഉപയോഗിക്കുന്നത്, അതായത് നോൺ വെജിറ്റേറിയൻസ് സാധാരണ കുറച്ചൊരു ഹൈ ഫാറ്റ് ഡയറ്റ്, സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ ഉപയോഗം കൂടുതലായിരിക്കും. അത് ഒരു പ്രധാന റിസ്ക് ഫാക്ടേഴ്സാണ്. അത് പരോക്ഷമായിട്ട് അതിന് പ്രാധാന്യമുണ്ടെന്ന് കരുതുന്നു. കൊഴുപ്പ് കലർന്ന ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത് കൊളസ്ട്രോൾ കൂട്ടുമല്ലോ അല്ലേ? കൂട്ടും. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, പൂരിത കൊഴുപ്പുകളുടെ ഉപയോഗം ഹൃദ്രോഗത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, ഇത് രണ്ടും ഉള്ള ഓയിൽസ് ഉപയോഗിക്കുന്നത്
കൂടുതൽ ഗുണകരമാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. വ്യായാമം ചെയ്യണമെന്ന് എല്ലാവരും ഉപദേശിക്കും, എക്സർസൈസ്. അത് എത്ര നേരം ചെയ്യണം? ഏതാണ് മിതമായ രീതിയിൽ നടക്കുന്നതാണോ അതോ ജിമ്മിൽ പോയി എക്സർസൈസ് ചെയ്യുന്നതാണോ? ഏതാണ് അഡ്വൈസബിൾ അല്ലെ ഗുണകരം? ശാരീരിക വ്യായാമത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് ഹൃദ്രോഗത്തിന്. ഞാൻ ഈ പറഞ്ഞല്ലോ, സൈക്കോ സോഷ്യൽ സ്ട്രെസ്സും സെഡൻറ്ററി ഹാബിറ്റ്സും ഇൻ്റർ ഹാർട്ട് സ്റ്റഡിയിൽ തന്നെ ഒരു വൺ ഓഫ് ദ 9 റിസ്ക് ഫാക്ടേഴ്സിൽ ഒന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. എക്സസൈസ് ഈസ് ലൈക്ക് എ മെഡിസിൻ. അതൊരു മരുന്ന് പോലെയാണ്. മരുന്ന് എന്താണ്? അത് കൃത്യമായ അളവിൽ കൃത്യമായ ആൾക്ക് വേണം. അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ അമിതമായ എക്സസൈസും ആവശ്യമില്ലാത്തതാണ്. അങ്ങനെ എക്സർസൈസ് ചെയ്യുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരണമുണ്ട്. ഈ അമിതമായ എക്സസൈസ്, നമുക്ക് പരിചിതമല്ലാത്ത എക്സസൈസ്, വളരെ പ്രായം കൂടി ആദ്യമായി മാരത്തോൺ തുടങ്ങുക, ഓട്ടത്തിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളതൊക്കെ ആലോചിച്ച് മാത്രം ചെയ്യേണ്ട കാര്യമാണ്. എക്സസൈസ് WHO റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് എയറോബിക് എക്സസൈസാണ്. നമ്മൾ ഒരുപാട് എക്സസൈസ് ജിമ്മിൽ പോകുന്നതിന് ചിലതൊക്കെ എയറോബിക് എക്സസൈസാണ്. പക്ഷേ ഓടുക, ചാടുക, വേഗത്തിൽ നടക്കുക, സ്വിമ്മിങ്, നീന്തുക, സൈക്ലിംഗ്, അല്ലെങ്കിൽ സ്പോർട്സ്, നമ്മൾ ഗ്രൂപ്പ് സ്പോർട്സ്, ഇതൊക്കെ തന്നെയാണ് WHO പറഞ്ഞിരിക്കുന്ന എയറോബിക് എക്സസൈസിൽ ഏറ്റവും പ്രധാനമായിട്ട്. നോർമലായിട്ടുള്ള ഒരു വ്യക്തി എത്ര സമയം നടക്കണം ഒരു ദിവസം? അതിന് 2 തരത്തിലാണ് WHO റെക്കമെൻഡേഷൻ വരുന്നത്. അതായത് അഡോളസൻസും യങ് അഡൾട്ട്സും നമുക്ക് 60 മിനിറ്റ് പെർ ഡേ വിഗറസ് ആക്ടിവിറ്റി ചെയ്യാം. 1 മണിക്കൂർ. പക്ഷേ പ്രായമായൊരു അതിവേഗത്തിൽ അല്ല ചെയ്യാം, യങ് അഡൾട്ട്സുമാണ്. പക്ഷേ കുറച്ചുകൂടെ പ്രായമായിട്ട് എക്സസൈസിലേക്ക് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആഴ്ചയിൽ 150 മിനിറ്റ് മോഡറേറ്റ് എക്സസൈസാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ 75 മിനിറ്റ് വിഗറസ് ഫിസിക്കൽ ആക്ടിവിറ്റി. അത് 150 നമ്മൾ 5 ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഒരു 30 മിനിറ്റ്സ് എന്ന് പറയാം. മറ്റേതാണ് ഒരു 15 മിനിറ്റ് വിഗറസ് ആക്ടിവിറ്റി. ഇതിൽ രണ്ടിൽ ഏത് വേണേലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഭക്ഷണം കഴിച്ചിട്ട് നടക്കുന്നതും അല്ലെ ഭക്ഷണം കഴിച്ച ശേഷം ഒരു 5 മിനിറ്റ് നടക്കുന്നത് വളരെ നല്ലതാണെന്ന്, അത് ഡയബറ്റീസിനെ കുറയ്ക്കാനിടയാക്കുമെന്ന് പറഞ്ഞൊരു പഠനം കണ്ടായിരുന്നു. അതിൽ വല്ല കഥയുണ്ടോ? ഭക്ഷണം കഴിച്ച ഉടനെ ഹൃദ്രോഗമുള്ളവർ നടക്കുന്നത് ഒഴിവാക്കിയാണ് നല്ലത്. കാരണം ഭക്ഷണം കഴിച്ച ഉടനെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ദഹനത്തിനായിട്ട് അബ്ഡോമിനൽ വെസൽസിലേക്ക്, വയറിലേക്കുള്ള രക്തഓട്ടം കൂടുതലായിട്ട് വരും. അപ്പോൾ ഹൃദയത്തിന് താരതമ്യേന ഹൃദ്രോഗമുള്ളവരിൽ അതൊരു അപര്യാപ്തതയുണ്ടാകും. സാധാരണ ജനങ്ങൾക്ക് അത് വളരെ പ്രസക്തമാണ്. നമ്മൾ വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രിക്കോഷൻസ് അല്ലെങ്കിൽ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ടോ? നമ്മൾ വ്യായാമം തുടങ്ങുന്ന മധ്യവയസ്സിന് ശേഷമാണെങ്കിൽ ചില പ്രിക്കോഷൻസിന് പ്രാധാന്യമുണ്ട്. ഉദാഹരണമായിട്ട് 45-50 വയസ്സിൽ ആദ്യമായിട്ട് ജിംനേഷ്യത്തിൽ പോയിട്ട് എക്സസൈസ് തുടങ്ങുന്ന ഒരു വ്യക്തി അതിനു മുന്നേ ഒരു കാർഡിയോളജിസ്റ്റിനോ ഒരു ഫിസിഷ്യനെയോ കണ്ട് ചില ടെസ്റ്റുകൾ ചെയ്യുന്ന പ്രധാനമാണ്. അവർക്ക് കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ സാധ്യതയുണ്ടോ, അത് മുന്നേ വന്നിട്ടുണ്ടോ എന്നറിയാനായിട്ട് ഒരു ECG, എക്കോ എന്നൊക്കെ എടുക്കുന്നത് അതിനൊരു പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതുവരെ മുന്നേ നമ്മൾ എക്സ്പോസ്ഡ് അല്ലാത്ത രീതിയിൽ അമിതമായ വ്യായാമത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതൊരു ട്രെഡ്മിൽ ടെസ്റ്റ് പോലെയാകാം. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇത്തരം രോഗികളിൽ, അങ്ങനെയുള്ളവർക്ക്, ഇത്തരം ആൾക്കാരിൽ ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് മുന്നേ ചെയ്ത് അവരുടെ എക്സസൈസ് ടോളറൻസ് കണ്ടുപിടിക്കുന്നതിലും തെറ്റില്ല. ഈ ട്രെഡ്മിൽ ടെസ്റ്റിൽ ഇപ്പോൾ രോഗി കുഴഞ്ഞു വീഴുന്ന ഏത് ഘട്ടത്തിലാണ്? അത് ബ്ലോക്ക് ഉള്ളതുകൊണ്ട് അല്ല, ട്രെഡ്മിൽ ടെസ്റ്റ് ഒരു രോഗനിർണയോപാധിയാണ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ്. ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടെത്തും. അപ്പോൾ അതിൽ ആ സമയത്ത് നമ്മൾ ECGയും അതോടൊപ്പം തന്നെ ബ്ലഡ് പ്രഷറും പൾസ് റേറ്റും ഒക്കെ മോണിറ്റർ ചെയ്യുന്ന ഒരു ആശുപത്രിയിൽ വെച്ച് ചെയ്യുന്ന ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള എക്സസൈസാണ്. ഈ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എക്സസൈസ് എത്രമാത്രം ചെയ്യാൻ നമുക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഹൃദയത്തിന് എത്രമാത്രം കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് ആ രീതിയിലുള്ള അതിനനുസൃതമായിട്ട് നമുക്ക് എക്സസൈസ് എത്രമാത്രം ചെയ്യാം, ഏതൊക്കെ രീതിയിലുള്ള എക്സസൈസൊക്കെ നമുക്ക് നമ്മുടെ ഹൃദയം താങ്ങും എന്നറിയാൻ പറ്റും. അതുകൂടാതെ ഹൃദയത്തിന് ഈ ലെവൽ ഓഫ് എക്സസൈസിൽ ഇസ്കീമിയ, രക്തക്കുറവ് അനുഭവപ്പെടുന്നുണ്ടോ, കൂടുതൽ ടെസ്റ്റ്, ആൻജിയോഗ്രാം വേണോ അല്ലെങ്കിൽ CT ആൻജിയോഗ്രാം വേണോ എന്നൊക്കെ നമുക്ക് കണ്ടെത്താനുള്ള ഒരു ഉപാധി കൂടിയായിട്ട് നമുക്കത് കരുതാം. ഹൃദയത്തിൻ്റെ ഒരു ഗുണകരമാകാൻ വേണ്ടി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇടതുവശത്തേക്ക് ചരിഞ്ഞ് കിടക്കണം, വലതുവശത്തേക്ക് ചരിഞ്ഞ് കിടക്കരുത് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട്? അതിന് വലിയ പ്രാധാന്യമില്ല. ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഫുഡ് തിരിച്ച് ഈസോഫേഗസിൽ വരുന്നതിനൊരു ചെറിയ വ്യത്യാസം ഉണ്ടാകുന്നല്ലാതെ ഹൃദയത്തിന് അതിന് പ്രസക്തിയില്ല. ഇപ്പോൾ ഹൃദയത്തെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ ഒരാൾ എന്ത് ചെയ്യണം? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഹൃദയമിടിപ്പ് തുടങ്ങുന്നതെന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ, ഭ്രൂണാവസ്ഥയിൽ 21ാമത്തെ ദിവസത്തിലാണ് ഹൃദയമിടിപ്പ് തുടങ്ങുക. ഏതാണ്ട് 21ാം ദിവസം.
നമ്മുടെ മരണം വരെ നമ്മൾ കൊണ്ടു നടക്കുന്നതാണ്. മരിക്കുമ്പോഴും നമ്മൾ ബ്രെയിൻ ഡെഡ് ആയെന്ന് പറയുമ്പോൾ ഹാർട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മരണം ഡിക്ലെയർ ചെയ്യുള്ളൂ. ഇങ്ങനെ ഒരു പുരുഷായുസ്സിൽ ഹൃദയം എത്ര തവണ മിടിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ഒരു 70 പെർ മിനിറ്റ് എന്ന് കരുതുകയാണെങ്കിൽ ഒരു ദിവസം ഏതാണ്ട് 1,00,000-നടുത്ത 96,000 മുതൽ 1,00,000 വരെ. ഇതൊരു പുരുഷായുസ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 200 കോടി തവണയാണ് ഹൃദയം മിടിക്കുന്നത്. അപ്പോൾ ഈ ഹൃദയം നമ്മുടെ സന്തത സഹചാരിയായി ഓരോ ശരീരത്തിൻ്റെ മറ്റെല്ലാ വശങ്ങളിലേക്കും പ്രാണവായുവിനെ പ്രദാനം ചെയ്യുന്ന ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണ്. കാരണം ഹൃദയമാണ് നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. നമ്മുടെ ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഹൃദയം ഒരു ക്ഷേത്ര ദേവാലയമല്ല, നമ്മൾ സംരക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുകാരനാണ്. നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ പറയും എൻ്റെ ഹൃദയം ഓരോ ഇന്ത്യക്കാരനും വേണ്ടി മേടിക്കും. സത്യമാണ്. ഒരു 140 കോടി ഇന്ത്യക്കാരേ ഉള്ളൂ. അവർക്ക് അതിലധികം മേടിക്കാനുള്ള ഹൃദയമിടിപ്പ് ഒരു പുരുഷായുസ്സിൽ ഒരാൾക്കുണ്ട്, കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനെ സംരക്ഷിക്കാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് രോഗകാരകമായിട്ടുള്ള അവസ്ഥകളെ നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. അതിന് നമ്മൾ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയും. വരാനുള്ള സാധ്യത ചെറുപ്പത്തിലെ തന്നെ ജീവിത ശൈലികളിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടെത്തി പൊണ്ണത്തടി ചെറുപ്പത്തിലെ തന്നെ നമുക്ക് അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വരാതിരിക്കാനായിട്ട്. കാരണം ചെറുപ്പത്തിൽ തന്നെ BP ഉള്ളവർ, ബ്ലഡ് പ്രഷർ ഉള്ളവർ BP വരാനുള്ള സാധ്യത പിന്നീട് കൂടുതലാണെന്ന് സ്റ്റഡീസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രൈമോഡിയൽ പ്രിവെൻഷൻ ആദ്യം തന്നെ അത് കഴിയും. പിന്നെ വരുന്നത് ബ്ലഡ് പ്രഷറും ഷുഗറും ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ, രോഗാവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ അത് നേരത്തെ തന്നെ കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ്. രക്തസമ്മർദ്ദവും പ്രമേഹവും നിയന്ത്രിച്ച് നിർത്തണം. അത് വളരെ പ്രധാനമാണ്. കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, പ്രമേഹം, ഒബീസിറ്റി ഒഴിവാക്കാനായിട്ടുള്ള റെഗുലറായിട്ടുള്ള എക്സസൈസ്, ഇപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം നമ്മുടെയൊക്കെ ഇത്തരം ഇതിനൊക്കെ ഓരോ നമ്പേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ BP എത്രയാണ്, നമ്മുടെ വെയിറ്റ് എത്രയാണ്, അബ്ഡോമിനൽ ഒബീസിറ്റി എത്രയാണ്, ലാസ്റ്റ് ഡയബറ്റിക് ഷുഗർ എത്രയാണെന്നുള്ളത് ഈ നമ്പേഴ്സൊക്കെ നമ്മൾ അറിയണം. നോ യുവർ നമ്പേഴ്സ് എന്നാണ് അതിന് പറയാം. നമുക്ക് പലരുടെയും മൊബൈൽ നമ്പർ അറിയാം, പലരുടെയും സിനിമാ നായകന്മാരുടെ ഏജ് അറിയാം, മറ്റു പല കാര്യങ്ങളും ഇന്നറിയാം. പക്ഷേ നമ്മൾ സംരക്ഷിച്ച് നിർത്തുന്ന ഹൃദയത്തിന് ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം പ്രധാനപ്പെട്ട നമ്പേഴ്സ് തിരിച്ചറിയുക എന്നുള്ളതിൻ്റെ പ്രാധാന്യം വളരെ അധികമാണ്. ഇതറിയാമെന്നുള്ളതാണ്. പിന്നീടുള്ളത് രോഗം വന്നു കഴിഞ്ഞിട്ടുള്ള ചികിത്സകളാണ്. അതാണ് സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് നല്ല രീതിയിൽ ആരോഗ്യവാനായിട്ടിരിക്കും. ഒരു പരിധി വരെ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഇത് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഹാർട്ട് അറ്റാക്കിനെ നമുക്ക് പൂർണ്ണമായിട്ട് തടയാൻ പറ്റുമെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. ഈ പ്രമേഹം ഉള്ള ആൾക്കാരിൽ ഇത് ഹാർട്ട് അറ്റാക്ക് വരുന്നത് അറിയില്ല എന്ന് പറയാറുണ്ട്. പെയിൻ ഉണ്ടാവില്ല. പ്രമേഹം വളരെ പ്രധാനപ്പെട്ട ഒരു രോഗകാരണമാണ് ഹൃദ്രോഗത്തിൽ. ഇത് ഹൃദ്രോഗത്തിനുള്ള സാധ്യത 2 മടങ്ങ് വർദ്ധിപ്പിക്കും. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഹൃദ്രോഗികൾ നമ്മൾ പുകവലിക്കുകയാണെങ്കിൽ ഹൃദ്രോഗത്തിനുള്ള സാധ്യത 6 മുതൽ 8 മടങ്ങ് വരെ വർദ്ധിക്കും. പുകവലിക്കുന്നു. ഡയബറ്റീസ് ഉള്ള, ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരാൾ പുകവലിക്കുകയാണെങ്കിൽ അതൊരു 10 ഇരട്ടിയായി വർദ്ധിക്കും. അപ്പോൾ ഇത്തരം രോഗികൾ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. പക്ഷെ സ്മോക്കിംഗ് നമുക്ക് പൂർണ്ണമായിട്ട് വലിയ ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. അതെ. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇപ്പോൾ കേരളത്തിൽ എത്രമാത്രം പുരോഗമിച്ചു. ഇപ്പോൾ ഹൃദയം കൊണ്ട് ഹെലികോപ്റ്ററിൽ പോവുകയും ഒരാളുടെ ജീവൻ മറ്റു പലർക്കും കൊടുക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതെ. ഹൃദയം മാറ്റൽ ശസ്ത്രക്രിയ അഡ്വാൻസ്ഡ് ഹാർട്ട് ഫെയിലറിലുള്ള, ഹാർട്ട് ഡിസീസുള്ള രോഗികളുടെ പ്രസക്തമാണ്. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ ഈ പൊതുജനാരോഗ്യത്തെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ പോളിസി ഡിസിഷൻസിലും വരുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള അഡ്വാൻസ്ഡായ ചികിത്സാ രീതിക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്. ഈ പറഞ്ഞ രോഗനിയന്ത്രണത്തിന് പ്രതിരോധമാണ് എല്ലാ ചികിത്സയേക്കാളും പ്രധാനമെന്നാണല്ലോ പറയാം. അതുകൊണ്ട് ഒരുപാട് അനാവശ്യമായ ഒരു ഹൈപ്പ് ഹൃദയ ട്രാൻസ്പ്ലാന്റേഷൻ ചികിത്സയൊക്കെ പ്രത്യേകിച്ച് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊരു തെറ്റായ ഒരു പ്രവണതയാണെന്ന് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. ഇതിന് പക്ഷേ ചില ചികിത്സകൾ, ചില രോഗാവസ്ഥകൾക്ക്, ഹൃദ്രോഗാവസ്ഥകൾക്ക് ഹൃദയം മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. പക്ഷെ അത് ഇന്ന് ഹൃദയം കിട്ടാനും ഈ തെറ്റിദ്ധാരണകളുടെയും ധാരണകളുടെയും കൊണ്ട് ഹൃദയം കിട്ടാൻ തന്നെ, അതായത് പലപ്പോഴും ഹൃദയം അവയവദാനത്തിനുള്ള ഒരുപാട് പരിമിതികളുണ്ട്. അതെ. പക്ഷെ അത് ചില ചികിത്സ, അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹൃദ്രോഗത്തിന് വളരെ പ്രധാനം തന്നെയാണ് ഹൃദയം മാറ്റിവെക്കൽ എന്നുള്ളത്. ഹൃദയം മാറ്റിവെക്കൽ പല തെറ്റിദ്ധാരണകൾ വരെ കുറവുമാണ്. സത്യത്തിൽ ഗവൺമെൻറ് സെറ്റപ്പുകൾ പോലുള്ള ഗവൺമെൻറ് തന്നെ നേരിട്ട് ട്രാൻസ്പ്ലാന്റ് സെൻറ്റേഴ്സുകൾ തുടങ്ങേണ്ടതിൻ്റെ പ്രസക്തി വളരെ അധികമാണ്. അതെ. വേൾഡ് ഹാർട്ട് ഡേ ആണ് ഈ സെപ്റ്റംബർ 29. ഇത്തവണത്തെ തീം എന്താണ്? ഡോണ്ട് മിസ് എ ബീറ്റ് എന്നാണ്.
എന്താണെന്ന് എലാബറേറ്റ് ചെയ്യാം. ഡോണ്ട് മിസ് എ ബീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ മിടിപ്പിൻ്റെയും ഹൃദയമിടിപ്പിൻ്റെ ഓരോ മിടിപ്പിൻ്റെയും പ്രാധാന്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരു ബീറ്റ് പോലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്, അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാതെ നമ്മൾ നഷ്ടപ്പെടുത്തരുതാണ്. ഹൃദയത്തിൻ്റെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഹൃദയത്തിനൊരു കൃത്യമായ താളബദ്ധമായിട്ടാണ് ഹൃദയം മിടിക്കുന്നത്. ഒരു മിനിറ്റിൽ 60 മുതൽ 100 വരെ അതിനൊരു താളമുണ്ട്. ഈ തോത് മാത്രമല്ല, ഒരു താളമുണ്ട്, ഹൃദയ താളം. ഹൃദയത്തിന് ആ താളത്തിന് വരുന്ന വ്യത്യാസം, താളക്കേട്, ഹൃദയ താളത്തിലുണ്ടാകുന്ന ഭ്രംശങ്ങൾ പലപ്പോഴും മറ്റ് പല ഹൃദ്രോഗങ്ങളിലേക്കും മാറാം. ഹൃദയത്തിൻ്റെ മുകളിലത്തെ അറയ്ക്ക് വരുന്ന താളക്കേടുകൾ നമ്മൾ ഏട്രിയൽ ഫിബ്രിലേഷൻ, ഏട്രിയൽ അറിത്മിയാസ് എന്ന് പറയും. താഴത്തെ അറയാണ് വെൻട്രിക്കുലർ അറിത്മിയാസ്, വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ. ഇത് രണ്ടും വളരെ വ്യത്യസ്തമാണ്. താഴത്തെ അറ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഹൃദയമിടിപ്പ് അമിതമായിട്ട് വർദ്ധിക്കുമ്പോൾ കുഴഞ്ഞു വീണുള്ള ഒരു മരണം തന്നെ സംഭവിക്കാം. മുകളിലത്തെ അറ മറ്റ് രീതിയിലാണ് നമ്മളെ ബാധിക്കുക. മുകളിലത്തെ അറയിൽ താളം വരുന്ന അവസ്ഥ ഏട്രിയൽ ഫിബ്രിലേഷൻ, അത് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് ഉള്ളവർക്ക്, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ രോഗമുള്ളവർക്ക്, പൊണ്ണത്തടിയുള്ളവർക്ക്, അവർക്കൊക്കെ തന്നെ ഈ നിദ്രാരോഗങ്ങളുള്ളവർക്ക്, ആപ്നിയ എന്ന് വെച്ചാൽ നിദ്രാരോഗം, ഇതൊക്കെ ഉള്ളവർക്ക്, മദ്യപാനം, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, ഇത്തരമുള്ളവർക്കൊക്കെ ഹൃദയമിടിപ്പ് മുകളിലത്തെ അറയാണ് ബാധിക്കുക. ഈ ഏട്രിയൽ ഫിബ്രിലേഷൻ വന്നു കഴിഞ്ഞാൽ ഹൃദയത്തിനകത്ത് ക്ലോട്ട് ഉണ്ടാകാനുള്ള, രക്തക്കട്ടകളുണ്ടാവാനും അതിനുശേഷം സ്ട്രോക്കായിട്ട് മാറാനുള്ള സാധ്യതയും കൂടുതലാണ്. ഹൃദയമിടിപ്പിന് ഒരു നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 60 തൊട്ട് 100 വരെയാണ്. 60 മുതൽ 100 വരെ. 100-ൽ കൂടുതലാണെങ്കിൽ 100 നോർമലായിട്ടുള്ള മിടിപ്പ് 100-ലധികമാണെങ്കിൽ നമുക്കതിന് ഒരു അപകടം എന്ന് പറയാൻ സാധ്യമല്ല. ഉദാഹരണമായിട്ട് നമ്മൾ ദേഷ്യം വരുമ്പോൾ, അല്ലെങ്കിൽ അമിത വേഗത്തിൽ നടക്കുമ്പോൾ, ഫ്ലൈറ്റ് എന്നൊക്കെ പറയും. ഈ അവസ്ഥയിലൊക്കെ വരുന്ന ഹൃദയമിടിപ്പ് 100-ലധികം വരികയാണെങ്കിലും അത് ഹൃദയത്തിൻ്റെ സാധാരണയായിട്ടുള്ള ഹൃദയമിടിപ്പിൻ്റെ പ്രഭവസ്ഥാനത്ത് നിന്നാണ് ആ വൈദ്യുത തരംഗങ്ങളും വരുന്നത്. അതിൽ തെറ്റില്ല, അത് നമ്മൾ വിശ്രമിച്ചു കഴിഞ്ഞാൽ അത് പഴയ അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. പക്ഷേ 100-ലധികം വരുന്ന അബ്നോർമലായിട്ടുള്ള ബീറ്റുകളെ നമ്മൾ ടാക്കിക്കാർഡിയ എന്ന് പറയും. ഈ കുഴഞ്ഞു വീണുള്ള മരണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇത് ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്ന ശേഷം അതിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന ഒരാളിന് വീണ്ടും വരാനുള്ള സാധ്യത എത്രമാത്രമാണ്? ഹാർട്ട് അറ്റാക്ക് വന്നവർക്ക് വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ അധികമാണ്. പലപ്പോഴും നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് നോക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ 1-ലധികം രക്തക്കുഴലുകൾക്കൊക്കെ ബ്ലോക്ക് ഉണ്ടാകാം. പലപ്പോഴും ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് 1-ൻ്റെ മാത്രമായിരിക്കും. മറ്റുള്ളതിന് കൃത്യമായ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് പ്രധാനം. ആൻജിയോപ്ലാസ്റ്റിയെക്കുറിച്ചുള്ളൊരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ ആൻജിയോപ്ലാസ്റ്റി പൂർണ്ണമായ രോഗനിവാരണമാണ്. അങ്ങനെയല്ല. നമ്മൾ ആ രക്തക്കുഴലിന് ബ്ലോക്ക് മാത്രം മാറ്റിയെടുക്കുകയാണ്. ആ ഒരു 15 മില്ലിമീറ്റർ അല്ലെങ്കിൽ ഒരു 20 മില്ലിമീറ്ററിൻ്റെ ബ്ലോക്ക് മാത്രമാണ് നമ്മൾ മാറ്റിയെടുക്കുന്നത്. മറ്റ് രക്തക്കുഴലുകളും മറ്റ് രോഗനിദാനമായിട്ടുള്ള ഇത് ഒന്നും നമ്മൾ നോക്കുന്നില്ല. അതുകൊണ്ട് ആൻജിയോപ്ലാസ്റ്റി കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ ഒരു ചികിത്സയിലൊരു പ്രധാന അവിഭാജ്യ ഘടകമാണ്. പക്ഷേ ആ സമയം കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ പൂർണ്ണമായ ചികിത്സയാകുന്നില്ല. പക്ഷേ ഇപ്പോൾ ആശുപത്രിയിൽ ഇത്തരം അസുഖങ്ങളായിട്ട് വരുന്ന ഹൃദയ സംബന്ധമായ അസുഖമായിട്ട് വരുന്ന, അല്ലെങ്കിൽ നെഞ്ചുവേദനയായിട്ട് വരുന്ന ആൾക്കാരെ പെട്ടെന്ന് തന്നെ ആൻജിയോഗ്രാം ചെയ്യുന്നു, ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്നു, സ്റ്റെൻഡ് ഇടുന്നു, ഇങ്ങനെ പറയുന്നുണ്ട്. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയാണ് അത്. പലപ്പോഴും നമ്മുടെ ഹാർട്ട് അറ്റാക്കായിട്ട് വരുന്നവരെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, 1-2 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ഹൃദയത്തിന് രക്തക്കുഴലിൻ്റെ ബ്ലോക്ക് മാറ്റിയെടുത്തില്ലെങ്കിൽ പലപ്പോഴും ഹൃദയ മസിലുകൾക്ക്, ഹൃദയ ഭിത്തികൾക്ക് കാര്യമായ ക്ഷത സംഭവിക്കും. എപ്പോഴും നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഈസ് മസിൽ എന്നാണ്. ആ സമയത്തിന് ഏറ്റവും പെട്ടെന്ന് തന്നെ അറ്റാക്കിന് ചികിത്സ വേണ്ടതാണ്. അത് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്നാണ് അതിന് പറയുക. ആ അവസ്ഥയിൽ ആൻജിയോപ്ലാസ്റ്റിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഓവറായിട്ട് അങ്ങനെ ചെയ്യുന്നതായിട്ടോ ഒരു സ്റ്റെൻഡ് ഇടാനുള്ളൊരു വ്യഗ്രത കൂടി വരുന്ന അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതെ, ഏതാണ് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ചികിത്സ, ഏതിനൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പലപ്പോഴും ഒരു വ്യക്തി കേന്ദ്രീകൃതമാണ്. അതിനെക്കുറിച്ച് ഒരു ഒപ്പീനിയൻ നമ്മൾ പറയുന്നത് ശരിയാണോ എന്നറിയില്ല. പക്ഷേ അത് ഓരോ തരത്തിലും പല ഘടകങ്ങളും അതിലുണ്ട്. അതെ, രോഗം ബ്ലോക്കുണ്ട്, കാര്യമായിട്ടുള്ള ബ്ലോക്കാണെങ്കിൽ അത് മാറ്റിയെടുക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് യാതൊരു സംശയവും ഇല്ല. ഏതാണ് കാര്യമായിട്ടുള്ള ബ്ലോക്ക് എന്ന് നിർവചിക്കുന്നതും ഏത് രീതിയിലുള്ള ചികിത്സ കൊടുക്കണം എന്നുള്ള പലപ്പോഴും മറ്റ് പല ഘടകങ്ങളും അതിൽ വന്നേക്കാം. കുട്ടികളിൽ ഹൃദ്രോഗം വരുന്നുണ്ടോ? കുട്ടികളിൽ ജന്മനാ തന്നെയുള്ള ഹൃദ്രോഗം വളരെ പ്രധാനമാണ്. അത് ജന്മനാ തന്നെയുള്ള ഘടനാ വൈകല്യങ്ങൾ കൊണ്ട് വരുന്ന ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് എന്നൊക്കെ പറയുന്ന സെപ്റ്റലത്തിനുള്ള ഹൃദയഭിത്തികൾക്കുണ്ടാകുന്ന ജന്മനാ തന്നെ ഉണ്ടാകുന്ന സുഷിരങ്ങൾ, അത് ഒരു കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസാണ്. സ്ത്രീകളുടെ കാര്യത്തിലോ? സ്ത്രീകളുടെ കാര്യത്തിൽ സാധാരണ രീതിയിൽ ഒരു 45-55 വയസ്സ് വരെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അവർക്ക്. അത് അവരുടെ ഹോർമോണൽ ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മെനോപ്പസിന് ശേഷം
ആർത്തവ വിരാമത്തിന് ശേഷം ഹൃദ്രോഗങ്ങൾ വരാനുള്ള സാധ്യത പുരുഷന്മാരെ പോലെയാണ്, പക്ഷെ അല്പം കൂടുതലാണെന്ന് തന്നെ പറയാം പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ച്. ഇപ്പോൾ ഈ ഹാർട്ട് ട്രീറ്റ്മെൻറ്റിനുമായിട്ട് വരുന്നവർക്കുള്ള ടെസ്റ്റുകൾ, ഇപ്പോൾ ECG എടുക്കുന്നു, എക്കോ, TMT, ഇതിലൂടെ ഒരാളുടെ മുഴുവൻ അസുഖങ്ങളും തിരിച്ചറിയാൻ പറ്റും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ പല വ്യത്യസ്ത ഘടകങ്ങളെയും നമ്മൾ തിരിച്ചറിയുന്ന വ്യത്യസ്തമായ ടെസ്റ്റുകൾ കൊണ്ടാണ്. ഹൃദയത്തിന് ഇലക്ട്രിക്കൽ പ്രോബ്ലത്തിന് പ്രധാനമായിട്ട് തിരിച്ചറിയാനാണ് ECG സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ടോ വന്നിട്ടുണ്ടോ എന്നറിയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് ECG. ഹാർട്ട് അറ്റാക്ക് മുന്നേ വന്നതാണെങ്കിലും നമുക്ക് ECG കൊണ്ട് മനസ്സിലാക്കാം. ഹൃദയത്തിൻ്റെ താളഭംഗങ്ങളെ ECG കൊണ്ട് മനസ്സിലാക്കാം. നേരെ മറിച്ച് എക്കോ നമ്മൾ ചെയ്യുന്നത് ഹൃദയത്തിൻ്റെ ഘടനാ വൈകല്യങ്ങളെ തിരിച്ചറിയാനാണ്. ഹൃദയഭിത്തികൾക്കുള്ള സങ്കോച വികാസ ശക്തിയുള്ള അപചയം തിരിച്ചറിയാൻ. ഹൃദയഭിത്തി കട്ടിയാവുന്നത് ദോഷകരമാണോ? കാർഡിയോമയോപ്പതി, ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന ഒരു അസുഖത്തിൽ ഹൃദയഭിത്തി കട്ടിയാകാം. അത് ഒരു ജനിതക രോഗം അല്ലെ ജന്മനാ തന്നെയുള്ള ഒരു അസുഖത്തിൻ്റെ ഭാഗമാണ്. അതുകൂടാതെ ഹൈപ്പർ ടെൻഷൻ കൊണ്ടുവരുന്ന ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, കോൺസെൻട്രിക് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, അതും ഒരു പ്രധാനപ്പെട്ട രക്തസമ്മർദ്ദം ഉള്ളവരല്ലേ? രക്തസമ്മർദ്ദം വർഷങ്ങളായിട്ടുള്ളവർ. അതാണ് ഹൃദയഭിത്തി കട്ടിയാവാനുള്ള ഏറ്റവും. ഹൃദയഭിത്തി കട്ടിയായി കഴിഞ്ഞാൽ അത് ഹൃദയഭിത്തി കട്ടിയാകുന്നത് ഹൃദ്രോഗങ്ങൾക്കുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ്. അത്തരം രോഗികളിൽ, അത്തരം ആൾക്കാരിൽ ഹാർട്ട് അറ്റാക്ക് വരാനോ കാർഡിയോവാസ്കുലർ ഹാർട്ടിൻ്റെ പ്രശ്നം കൊണ്ടുള്ള ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാളും അല്പം കൂടുതലാണെന്ന് തന്നെ പറയാം. ഹൃദയമിടിപ്പിൻ്റെ വ്യതിയാനങ്ങൾ തിരിച്ചറിയാൻ നമുക്കുള്ള ഒരു പേഷ്യൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു ECG തന്നെയാണ്, ഇലക്ട്രോ കാർഡിയോഗ്രാം. നമ്മൾ 12 lead ECGയിൽ നമുക്ക് ഹൃദയത്തിൻ്റെ ഇലക്ട്രിക്കൽ വൈദ്യുത തരംഗങ്ങളുടെ പ്രഭവസ്ഥാനവും അതിൻ്റെ വികിരണവും കൃത്യമായി മനസ്സിലാക്കാം. പക്ഷേ ഇതിൽ നമ്മൾ ഇതൊരു ഫോട്ടോഗ്രാഫി പോലെയാണ്. പലപ്പോഴും നമ്മൾ കുഴഞ്ഞു വീണുള്ള അപകടം, നെഞ്ചിടിപ്പൊക്കെ എല്ലാ സമയത്തും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് മാസത്തിൽ ഒരു തവണ മാത്രം നെഞ്ചെടുപ്പ് വരുന്ന രോഗികൾക്ക് പലപ്പോഴും ECG ഒരു കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അത്തരം ആൾക്കാർക്ക് നമ്മൾ ചെയ്യുന്ന ഒരു രോഗനിർണയോപാധിയാണ് ഹോൾട്ടർ എന്ന് പറയുന്നത്. ഹോൾട്ടർ 24 hours അല്ലെങ്കിൽ 72 hours, ആഴ്ചകളോളം നമുക്ക് വേണമെങ്കിൽ ഹോൾട്ടർ ഘടിപ്പിക്കാം. പണ്ടത്തേതുപോലെ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകേണ്ട കാര്യമില്ല. പണ്ടത്തേതുപോലെ ഇതൊക്കെ കെട്ടി തൂക്കിയെടുത്ത് ഹോൾട്ടർ മെഷീൻ തൂക്കിയെടുത്ത് നടക്കേണ്ട കാര്യമില്ല. വെറും ഒരു പാച്ച് ഒട്ടിച്ചാൽ തന്നെ അതിൽ നിന്ന് നമുക്ക് ഇന്നത്തെ സാങ്കേതികവിദ്യയുടെ ഭാഗമായിട്ട് അത് നമുക്ക് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് വീട്ടിൽ ലഭിക്കും, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ ലഭിക്കും. അത്തരം എക്സ്റ്റേണൽ ലൂപ്പ് റെക്കോർഡർ എന്നാണ് പറയുക. ഹോൾട്ടർ, പഴയ രീതിയിലുള്ള ഹോൾട്ടർ ഇന്ന് അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ചികിത്സാ രീതികൾ വന്നിട്ടുണ്ട്. അതായത് ഒരു ഹൃദ്രോഗമുള്ള ഒരാളിനെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പര്യാപ്തമായ രീതിയിലുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ ഒരുപാട്. അതായത് ഇടയ്ക്കിടയ്ക്ക് കുഴഞ്ഞു വീണ് അപകടം ഉണ്ടാകുന്നവരിൽ ഒരു ചികിത്സാ രീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പേസ് മേക്കറും കാർഡിയക് ഡീഫിബ്രിലേറ്ററും. പേസ് മേക്കേഴ്സ് ഹൃദയമിടിപ്പ് കുറഞ്ഞവരിൽ സഹായിക്കുന്നതാണ്. പക്ഷേ ചില ആൾക്കാരിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഹൃദയമിടിപ്പ് അതിതീവ്രമാവുകയും ഹൃദയം നിശ്ചലമാവുന്ന കാർഡിയക് അറസ്റ്റിലേക്ക് വരാനുള്ള സാധ്യത ഉള്ളവർക്ക് വയ്ക്കുന്നതാണ് ഡീഫിബ്രിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ പേസ് മേക്കർ വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ അതിൽ വ്യതിയാനം വരുത്തി ആൾക്കാരെ കൊല്ലാൻ പറ്റൂ? ഇല്ല, അതൊക്കെ അതിഭാവുകത്വം കൊണ്ട് കരുതപ്പെടുന്നതാണ്. അല്ലാതെ പേസ് മേക്കറിനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. പക്ഷെ അതിലേക്ക് മറ്റൊരു വൈറസിനെ ഇംപ്ലാന്റ് ചെയ്യും, അതുകൊണ്ട് അത് നിയന്ത്രിക്കുകയും ആർട്ടിഫിഷ്യൽ അതൊന്നും പറ്റില്ല. സാധാരണഗതിയിൽ നമുക്ക് പേസ് മേക്കേഴ്സിനെ നമുക്ക് പ്രോഗ്രാം ചെയ്ത് ഇൻട്രോഗേറ്റ് ചെയ്ത് അതിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ, അതിൻ്റെ പാരാമീറ്റേഴ്സ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് വളരെ പ്രാധാന്യമുള്ളതുമാണ്. ഹൃദയത്തിൽ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്ന ആ സമയത്തുള്ള പാരാമീറ്റേഴ്സ് അല്ല 5-6 വർഷങ്ങൾക്ക് ശേഷം വേണ്ടത്. അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതിന് പേസ് മേക്കറിൻ്റെ ഈ പൾസ് ജനറേറ്റർ ബാറ്ററിയുടെ ലൈഫ് ഒരു 10-15 വർഷം വരെയൊക്കെയാണ്. അത് മാറാം ചില അതിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച്. അത് കഴിഞ്ഞാൽ അത് ബാറ്ററി മാറ്റേണ്ടി വരും. അത് എപ്പോഴാണ് മാറ്റേണ്ടതെന്ന് തിരിച്ചറിയാനുള്ള ഉപാധി കൂടിയാണ് നമ്മൾ ചെയ്യുന്ന ഈ ഇൻ്ററോഗേഷൻ. അത് പുറത്തുനിന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോട് ഇൻ്റർഫേസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൂടുതലാണോ കുറവാണോ, അതോ എന്തെങ്കിലും കേരളത്തിൻ്റെ രീതി, ആഹാര രീതി, ജീവിതശൈലി വെച്ച് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഇതിൽ പല സ്റ്റഡീസും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ എത്രമാത്രം നമുക്ക് റിലയബിളാണെന്ന് നമുക്ക് പലതും പറയാൻ പറ്റില്ല. കാരണം അതിന് പ്രാതിനിധ്യ സ്വഭാവം എത്രമാത്രം ഉണ്ടെന്നുള്ളത്. എങ്കിലും ഈ സ്റ്റഡികളൊക്കെ പോയിൻ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അത് കൊറോണറി ആർട്ടറി ഡിസീസ് ഇന്ത്യയിൽ ഏറ്റവും അധികമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ
കേരള CSI ഇതിലൊരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. പല സ്റ്റഡീസും കേരള കാർഡിയോളജി സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ചാപ്റ്റർ നേരിട്ട് മുൻകൈ എടുത്ത് നടത്തിയിട്ടുണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുമ്പോൾ അവർക്കൊക്കെ ഒരു മാർഗ്ഗദർശിയായിട്ട് തന്നെ കേരള CSI വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഡോക്ടർ MN കൃഷ്ണൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റഡി 2016 തോന്നുന്നു നടത്തി കേരളത്തിലെ പോപ്പുലേഷനിൽ എത്രമാത്രം ഈ നിദാനമായിട്ടുള്ള ഘടകങ്ങളുണ്ടെന്നുള്ളതാണ്. അതിൽ ഒബീസിറ്റി 50% ഉണ്ട്, 58% മറ്റാണ്. ഡയബറ്റീസ് 15%, ഹൈപ്പർ ടെൻഷൻ 30%. ഇത്തരം ഘടകങ്ങളൊക്കെ തന്നെ വളരെ അധികമായിട്ടുണ്ട്. പുകവലി മെയിൽസിൽ, ആണുങ്ങളിൽ 28% പേര് പുകവലിക്കുന്നവരാണ്. മദ്യപാനത്തിന് അളവും കൂടി വരികയാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. സെഡൻറ്ററി ലൈഫ് സ്റ്റൈലൊക്കെ സൈക്കോ സോഷ്യൽ സ്ട്രെസ്സൊക്കെ ഏതാണ്ട് 50%-ലധികമാണ്. ഇത്തരം ഘടകങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ഘടകമാണ്. സ്ട്രെസ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും നമ്മൾ യങ് കാർഡിയോളജിസ്റ്റ് അല്ലെ IT പ്രൊഫഷണൽസൊക്കെ മറ്റൊരു റിസ്ക് ഫാക്ടേഴ്സും ഇല്ലാത്തവർ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിനും സോഷ്യൽ സ്ട്രെസ്സ് വളരെ പ്രധാനമാണ്. നിർഭാഗ്യവശാൽ നമുക്കതൊരിക്കലും അളവ് എത്രമാത്രമാണെന്നുള്ളത് കണ്ടെത്താൻ പറ്റില്ല. ക്വാണ്ടിഫയബിൾ അല്ല ആ ഒരു റിസ്ക് ഫാക്ടർ എന്നുള്ളത് ഒരു പ്രധാനമാണ്. സൈക്കോ സോഷ്യൽ സ്ട്രെസ്സ് പല രീതിയിലാണ് ഓരോ ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടർ ഒരു സാഹിത്യ കുതുകിയല്ലേ, തൽപരൻ കൂടിയാണ്. കവിത എഴുതും അല്ലേ? കവിത പണ്ട് പോലെ എഴുതാറുണ്ട്. മലയാളത്തിലും സംസ്കൃതത്തിലൊക്കെ എഴുതാറുണ്ട്. സംസ്കൃതത്തിലും എഴുതാറുണ്ട് കുറച്ചൊക്കെ. ശരിക്കും സ്വദേശം എവിടെയാണ്? പയ്യന്നൂർ. കവിത അതോ കഥ അങ്ങനെയെല്ലാം എഴുതുമോ? കവിത കുടുംബത്തിൽ മലയാള സാഹിത്യമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരുപാട് പേരുണ്ട്. സഹോദരന്മാരും അച്ഛന് അല്പം ജ്യോതിഷമൊക്കെ ഉണ്ടായിരുന്നു. ജ്യോതിഷമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ കവിത ആദ്യം മുതൽ എഴുതാറുണ്ട്. കുടുംബം? എൻ്റെ വൈഫ് ശ്രീചിത്രയിൽ തന്നെ ന്യൂറോളജി വിഭാഗത്തിൽ പ്രൊഫസറാണ്. ഡോക്ടർ സപ്ന എറാട്ട് ശ്രീധരൻ. 2 കുട്ടികളാണ്. തിരുവനന്തപുരത്താണ് താമസം. തിരുവനന്തപുരം. അപ്പോൾ ഇത്രയും നേരം സംസാരിച്ച് സന്തോഷം. നല്ല നമസ്കാരം.